നമസ്കാരം. സ്ത്രീപീഡന കേസിൽ അറസ്റ്റിലായ എം വിൻസെന്റ് MLA തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ സ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. ജനാധിപത്യ മര്യാദ പാലിച്ചാണ് കുറ്റവിമുക്തനാകും വരെ നടപടിയെന്ന് KPCC അധ്യക്ഷൻ MM ഹസൻ അറിയിച്ചു. എന്നാൽ വിൻസെന്റ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും MM ഹസൻ പറഞ്ഞു. വിൻസെന്റിന്റെ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ MM ഹസൻ MLAക്ക് പൂർണ്ണ പിന്തുണ നൽകി. വിൻസെന്റ് കുറ്റവിമുക്തനായി തിരിച്ചുവരുമെന്ന് തന്നെയാണ് KPCC നിലപാട്. അതുവരെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. CPIM-ഉം നെയ്യാറ്റിൻകര MLA ആൻസലിനുമാണ് ഗൂഢാലോചന നടത്തിയത്. ഹസൻ ആരോപിച്ചു. ഈ ഗൂഢാലോചന കേസിൽ പ്രതിയായിട്ടുള്ള സിനിമാ നടനെ അറസ്റ്റ് ചെയ്യാൻ തന്നെ 5 മാസം എടുത്തില്ലേ? ഇതിത്ര പെട്ടെന്നാണ് അന്വേഷണത്തിന് SP നിയോഗിക്കുന്നത്. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ചെയ്തത്. ഇമ്മീഡിയറ്റ് ആയിട്ട് വയ്ക്കുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ റേപ്പിൻ്റെ സെക്ഷൻ ഉൾപ്പെടുത്തുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായതുകൊണ്ടാണ് ഇത്രയും അൺഹേസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. വിൻസെന്റ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. അതേസമയം ജയിലിൽ കഴിയുന്ന എം വിൻസെന്റ് MLAയുടെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഇപ്പോൾ PM മനോജ്, PT തോമസ്, PC ജോർജ്, ജേക്കബ് ജോർജ് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമുള്ളത്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്തും. നേരത്തെ സ്ത്രീപീഡന കേസിൽ അറസ്റ്റിലായ എം വിൻസെന്റ് MLA തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ സ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു. ജനാധിപത്യ മര്യാദ പാലിച്ചാണ് കുറ്റവിമുക്തനാകും വരെ നടപടിയുള്ളത് എന്ന് KPCC അധ്യക്ഷൻ MM ഹസൻ പറഞ്ഞു. എന്നാൽ വിൻസെന്റ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നാണ് KPCC അധ്യക്ഷൻ MM ഹസൻ ആരോപിക്കുന്നത്. എം വിൻസെന്റ് MLA തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹം KPCC സെക്രട്ടറിയാണ്. KPCC സെക്രട്ടറി പദവിയിൽ നിന്നാണ് ഇപ്പോൾ എം വിൻസെന്റിനെ ഒഴിവാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നത് ജനാധിപത്യ മര്യാദ പാലിച്ചാണ് എന്നാണ് MM ഹസൻ ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ശ്രീജിത്ത്, ഏത് നിലക്കാണ് MLA സ്ഥാനം ഒഴിവാക്കേണ്ടതില്ല എന്നുള്ള KPCCയുടെ തീരുമാനം വന്നത്? തീർച്ചയായും നികേഷ്, രാവിലെയാണ് എംഎസിന്റെ വാർത്താ സമ്മേളനം നടന്നത്. ആ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒരു ആരോപണം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് എന്നാണ് MM പറഞ്ഞത്. പക്ഷേ ഒരു കാരണവശാലും അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കില്ല എന്നും MM തന്നെ പറഞ്ഞു വെക്കുന്നു. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞത്, ഇതിനു മുൻപ് ഇത്തരത്തിലൊരു കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല. അതിന് ചൂണ്ടിക്കാണിക്കപ്പെട്ട മുൻ ഉദാഹരണങ്ങൾ ജോസ് തെറ്റയിലെയും അതുപോലെ AK ശശീന്ദ്രനെയുമാണ്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനം രാജിവെച്ച് ഒരു സമാജത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ KPCCയുടെ തീരുമാനം. ശ്രീജിത്ത്, നമുക്കറിയാവുന്നതുപോലെ 2615 വോട്ടുകൾക്കാണ് എം വിൻസെന്റ് ജമീല പ്രകാശത്തെ തോൽപ്പിച്ചത്. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ദയവായി തുടരുക. PT തോമസ് MLA കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PT തോമസ്, ഒരു സ്ത്രീപീഡന കേസിൽ ഒരു MLA അറസ്റ്റിലാകുന്നത് സമീപകാലത്ത് ആദ്യമാണ്, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമാണ് എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചത്? MLA അറസ്റ്റിലാകുന്നത് ആദ്യത്തെ സംഭവമാണെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടേണ്ട നിരവധി സംഭവങ്ങൾ കേരളത്തിലുണ്ടായി എന്ന് നികേഷിനും അറിവുള്ള കാര്യമാണ്. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി എടുത്ത ഒരു നിലപാട്, ഒരു തരത്തിലും ഇത്തരം നടപടികൾ ശരിയോ തെറ്റോ എന്ന് വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും അറിഞ്ഞിടത്തോളം അതിനെ ഒരു തരത്തിലും കോൺഗ്രസ് പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ MLA അറസ്റ്റിലായ സാഹചര്യം. ഇത് സമാനമായ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇതിന് മറയാക്കാനോ ഒന്നും വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സമാനമായ പല കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടും വിൻസെന്റ് മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതും പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം. PT തോമസ്, നിങ്ങളുടെ MLA-മാർ സ്ത്രീ പീഡനത്തിന് പ്രതികളായിട്ടില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കുമാകാം എന്ന് പറയുന്നതിന് പകരം ഇക്കാര്യത്തിൽ ഒരു മാതൃക സൃഷ്ടിക്കുക എന്നതായിരുന്നില്ലേ കൂടുതൽ ഉചിതം? ആ നിലയിലല്ലേ മഹിളാ കോൺഗ്രസുകാർ ഈ വിഷയത്തോട് പ്രതികരിച്ചത്? അല്ല, അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോഴും
ഉള്ള എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ. ആ മാതൃക തന്നെയാണ് പാർട്ടി സ്വീകരിച്ചത്. പാർട്ടിയുടെ ഒരു നേതാവും ഈ നടപടിയുടെ വിശദാംശങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്ന കാര്യങ്ങളും ആ സ്ത്രീ വെളിപ്പെടുത്തിയ കാര്യങ്ങളും ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളാണ്. അതിന് വ്യത്യസ്തമായ പല വെളിപ്പെടുത്തലുകളും വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നികേഷ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമാനമായ സംഭവം ഉണ്ടായപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒക്കെ സ്വീകരിച്ച നിലപാടിൽ വ്യത്യസ്തമാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നതിനെ നിങ്ങൾ അംഗീകരിക്കേണ്ടതാണ്. നോക്കൂ, ഈ വിഷയത്തിൽ ഏതാണ്ട് 1000-ലധികം കോളുകളാണ്. ചിലപ്പോൾ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ടാവും, ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. ആ സ്ത്രീ പറയുന്നത് വീട്ടിൽ വന്ന് പീഡിപ്പിച്ചു, കടയിൽ വന്ന് പീഡിപ്പിച്ചു. അങ്ങനെ ഒരു MLA-യുടെ ഭാഗത്ത് നിന്ന് ശരിയാണ്, മറ്റ് MLA-മാർക്കെതിരെ സമാനമായ വിധത്തിലോ അല്ലെങ്കിൽ അതിൽ കൂടിയോ കുറഞ്ഞോ ഒക്കെ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇത്രയധികം തവണ ഇവർ സമ്പർക്കം പുലർത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള സൂചനയല്ലേ അത് നൽകുന്നത്? അത് തീർച്ചയായും MLA എന്ന ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നില്ലേ? അല്ല, ആ സംഭവത്തിൽ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആ സഹോദരി അല്ലെങ്കിൽ അവരുടെ സിസ്റ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ഇതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതൊന്നും പറഞ്ഞ് തൂങ്ങിച്ചാടി നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിനെ സംബന്ധിച്ചുള്ള കോൺഗ്രസിന്റെ നിലപാടെന്ത് എന്ന് KPCC പ്രസിഡന്റ് വ്യക്തമായിട്ടുണ്ട്. കാര്യങ്ങൾ നമുക്ക് കാത്തിരിക്കും. ഈ ആളുകൾ ആ സഹോദരി പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ പറയിപ്പിക്കുന്നതാണ്. ആ സഹോദരൻ പറയുന്നത് എന്നെയും സ്വാധീനിക്കാൻ ശ്രമം നടന്നിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്. ഞാൻ വഴങ്ങിയില്ല. സ്വാഭാവികമായും എൻ്റെ സഹോദരങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടാകും. ഒരു സഹോദരി സ്വാഭാവികമായും ആ സ്വാധീനത്തിൽ വഴങ്ങിയിട്ടുണ്ടാകും എന്നാണ്. പക്ഷേ അതിൻ്റെ ഒരു മറുവശമുണ്ട്. താങ്കൾ പറഞ്ഞ മറുവശത്തിലേക്ക് വന്നാൽ ആ സ്ത്രീക്ക്, അതായത് ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീക്ക് മാനസികമായി വളരെയധികം അവർ പ്രശ്നത്തിലാണ് എന്നും ദീർഘകാലമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുമാണ് ആ സ്ത്രീ പറയുന്നത്. ഇതിൽ ഏത് വേർഷനാണ് ശരി, ഏത് വേർഷനാണ് തെറ്റ്? അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം മരുന്ന് കഴിക്കുന്ന സ്ത്രീ ആണെങ്കിലും നാട്ടിൽ വളരെ മോശപ്പെട്ട നിലയിൽ നടക്കുന്ന സ്ത്രീ ആണെങ്കിലും ഒരു സ്ത്രീയുടെ മാനത്തെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അവരുടെ വ്യക്തിത്വത്തെയോ ഏതെങ്കിലും തരത്തിൽ ആര് ചോദ്യം ചെയ്താലും ശരിയല്ല. സ്ത്രീയുടെ സമ്മതമില്ലാതെ ആ സ്ത്രീയെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. സ്ത്രീയുടെ സമ്മതത്തോടു കൂടിയാണ് ഉപദ്രവിച്ചതെങ്കിൽ അതിന്റെ അകത്ത് ധാർമ്മികമായ പ്രശ്നം മാത്രമാണ്. അതല്ല സ്ത്രീക്ക് മാനസിക രോഗമുണ്ട്, അല്ലെ സ്ത്രീ വളരെ മോശപ്പെട്ട ബോംബെ പോലുള്ള തെരുവിൽ നടക്കുന്നയാളാണ് എന്നുള്ളത് കൊണ്ട് ആർക്കും സ്ത്രീയെ ഉപദ്രവിക്കാമെന്ന് പറയുന്ന ആ വാദത്തോട് വ്യക്തിപരമായി യോജിക്കുന്ന ഒരാളല്ല ഞാൻ. ആ സ്ത്രീ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിനർത്ഥം ആര് ആ സ്ത്രീയെ ഉപദ്രവിച്ചാലും അതിനെ ന്യായീകരിക്കാം എന്ന് പറയുന്നതോട് യോജിപ്പില്ല. നിങ്ങളിവിടെ കാണേണ്ട ഒരു വ്യത്യസ്ത ചിത്രം, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനായ ഒരു MLA ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്ത ഒരു നിലപാട് കേരളത്തിനും പൊതുവെ മാതൃകയായ ഒരു നിലപാടാണ്. ഓടി ഒളിക്കാൻ ശ്രമിച്ചില്ല, 2 ദിവസമെങ്കിലും മാറി നിൽക്കാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്നറിഞ്ഞുകൊണ്ട് 2 ദിവസത്തേക്ക് അവധി ചോദിച്ചില്ല. പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ആദ്യമേ തന്നെ ചെന്നു നിന്നു. സമാനമായ സംഭവങ്ങളിലൊക്കെ ഉണ്ടായതിന് വളരെ വ്യത്യസ്തമായ നിലപാടാണ് ഉണ്ടായത്. ശരി, ദയവായി തുടരുക. PM മനോജ്, PM മനോജ്, ഈ അറസ്റ്റിനൊരു അസ്വാഭാവികതയുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പറയുന്നു. ഇന്നിപ്പോൾ സഹോദരി പറയുന്നു 1999 മുതൽ ഇവർക്ക് വിഷാദരോഗമുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കളവ് പറയുന്നു എന്ന്. തിരക്കേറിയ ഫാൻസി സ്റ്റോറിൽ കയറി MLA പീഡിപ്പിച്ചു എന്ന് പറയുക, വളരെ അടുത്തടുത്ത വീടുകളുള്ള സ്ഥലത്താണ് ഇവരുടെ വീട്, അവിടെ ചെന്ന് MLA ബലമായി ഉപദ്രവിച്ചു എന്ന് പറയുക, ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പറയുകയാണ്. MLA മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഓടിച്ചെന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷ നേതാവ് ഇതൊരു അസ്വാഭാവിക അറസ്റ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അല്ല, പറയുന്നത് ശരിയാണെങ്കിൽ വിഷയം കൂടുതൽ ഗൗരവം ഉള്ളതാവുകയാണ്. കാരണം മാനസികമായി ചലഞ്ച് ചെയ്യപ്പെടുന്ന, മാനസിക നില തകരാറിലായ ഒരാളെ ഉപദ്രവിക്കുക, ഒരു സ്ത്രീയെ അവരെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് IPC സെക്ഷൻ 305, അത് കൊലപാതകത്തിന് സമാനമായ
ലൈഫ് ഇംപ്രിസൺമെൻറ്റോ അതല്ല ഡെത്ത് പെനാൾട്ടിയോ വിധിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും മോശമായി തെരുവിൽ വൃത്തികേട് പറഞ്ഞു നടക്കുന്ന ആൾ പറഞ്ഞാലും അതുപോലെ പി ടി തോമസ് MLA പറഞ്ഞാലും ഒരുപോലെ കാണണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അങ്ങനെ പി ടി തോമസ് പറയുന്നത് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ പി ടി തോമസിൻ്റെ അനുയായികൾ പറയുന്നത് ശരിയാണെങ്കിൽ, പി ടി തോമസ് അങ്ങനെ പറഞ്ഞെന്ന് തോന്നുന്നില്ല, ഇവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്നതാണ് ശരിയെങ്കിൽ തീർച്ചയായും കുറ്റം, വിൻസെന്റിനെതിരായ കുറ്റം ഇപ്പോൾ സാധാരണ അബറ്റ്മെൻ്റാണ്, ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ്, അതോടൊപ്പം പീഡനവും ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ആത്മഹത്യാ പ്രേരണാ കുറ്റം മാനസികമായി ചലഞ്ച് ചെയ്യപ്പെട്ട ഒരാളെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നു എന്ന നിലയിൽ കൂടുതൽ ഗൗരവമുള്ളതാവുകയാണ്. അത് കേസ് ആ നിലയിലേക്ക് പോകുമെന്നാണ് ഒരു വിഷയം. രണ്ടാമത്തത്, ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 1100ഓളം തവണ ഈ സ്ത്രീയെ ശ്രീ വിൻസെൻ്റ് വിളിച്ചു എന്നാണ് പറയുന്നത്. ഈ സ്ത്രീയും വിൻസെൻറ്റുമായിട്ടുള്ള ബന്ധം ഏതെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടാവുമോ? അതുപോലെ അവരുടെ ടെലിഫോൺ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ ഏതെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടാവുമോ? ഇത് ഞരമ്പ് രോഗമാണ്. ഇതുവരെ പുറത്തു വന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഞരമ്പ് രോഗമാണ്. അതിന് ചികിത്സ വേറെ നൽകട്ടെ. പക്ഷേ ഇവിടെ നിയമത്തിൻ്റെ മുന്നിൽ ഒരു സ്ത്രീ അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചിരിക്കുന്നു, അവരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നിടം വരെ പീഡനം ചെന്നെത്തി നിൽക്കുന്നു, അവരെ നിരവധി തവണ ദ്രോഹിച്ചിരിക്കുന്നു എന്ന് കോടതി മുമ്പാകെ രഹസ്യമൊഴി നൽകിയിരിക്കുന്നു 164. അപ്പോൾ അതിനനുസരിച്ച് പോലീസ് കേസെടുത്ത് കുറ്റവാളി വിൻസെൻ്റ് ആണോ അബ്ദുള്ള കുട്ടിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടനാണോ എന്നൊന്നും നോക്കിയിട്ടല്ല പോലീസ് നിയമം കൈകാര്യം ചെയ്യുക. നേരത്തെ പല സംഭവങ്ങളും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ത്രീ ശ്രീ പി ടി തോമസ് പറഞ്ഞ പോലെ ആരോ ആയിക്കൊള്ളട്ടെ, അവർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്ന് തൻ്റെ സ്ത്രീത്വം അപമാനിക്കപ്പെട്ടിരിക്കുന്നു, താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നേരിട്ട് പരാതി കൊടുക്കുകയാണ്. ആ പരാതി കൊടുക്കുന്നത് കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് ഒരു UDF MLAക്കെതിരായിട്ടാണ്, അബ്ദുള്ള കുട്ടിക്കെതിരായിട്ടാണ്. അന്ന് അബ്ദുള്ള കുട്ടിയെ സംരക്ഷിക്കാൻ ആ ഗവൺമെൻറ് ശ്രമിച്ചതുപോലെ ഇന്ന് ശ്രീ വിൻസെൻറ്റിനെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിക്കണമെന്ന വാശിയൊക്കെ കോൺഗ്രസിനാവാം, എന്ന ആഗ്രഹവുമാകാം. പക്ഷേ നിയമത്തിൻ്റെ വഴിക്ക് തന്നെയാണ് പോവുക. അതുകൊണ്ട് അക്കാര്യത്തിൽ ശ്രീ പി ടി തോമസോ വിൻസെൻറ്റോ MMSനോ വല്ലാതെ നൊന്നിട്ടോ വല്ലാതെ വിഷമിച്ചിട്ടോ കാര്യമില്ല. അവിടെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളായിട്ടുള്ള ഷാനിമോൾ ഉസ്മാനും അതുപോലെ ബിന്ദു കൃഷ്ണയൊക്കെ പറയുന്നുണ്ട്. അവർ പറയുന്നത് ശരിയല്ലേ, അവരോടൊപ്പം ഇരിക്കാൻ പാടില്ല, കോൺഗ്രസിൽ ഈ വിൻസെൻ്റ് പാടില്ല എന്ന് KPCC തീരുമാനമെടുക്കുന്നു. അപ്പോൾ കോവളത്തെ പാവപ്പെട്ട സഹോദരിമാരോ കോവളത്തെ പാവപ്പെട്ട വോട്ടർമാരോ അവരുടെ പ്രതിനിധിയായിട്ട് തുടരുന്നതിനൊരു കുഴപ്പമില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് തുടരാൻ ഇദ്ദേഹത്തിന് പറ്റില്ല എന്ന വിചിത്രമായ ന്യായം അവതരിപ്പിക്കുകയാണ് KPCC. അതിനൊക്കെയാണ് പി ടി തോമസ് മറുപടി പറയേണ്ടത്. പക്ഷേ പി ടി തോമസ് ഇക്കാര്യത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് തോന്നുന്നു. ഇക്കാര്യത്തിൽ എന്തിനാണ് ഈ മുടന്തൻ ന്യായങ്ങൾ പറയുന്നത്? ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിക്കുമ്പോൾ പറഞ്ഞു ഇവർക്ക് മാനസിക രോഗമുണ്ടെന്നോ അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റിൽ കഴിയുന്ന ആളാണെന്നോ ഒന്നും ഞങ്ങൾ പരിഗണന കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ നിലയിൽ ഒരു വിലാസം ചാർത്താൻ പോലുമുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നില്ലേ? അല്ല, അങ്ങനെ ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായതായിട്ട് എന്റെ ശ്രദ്ധയിൽ പറ്റിട്ടില്ല. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഇതിനെ ന്യായീകരിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേറെ ഏതെങ്കിലും ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തി ഇതിനെ ലഘൂകരിക്കാനൊന്നും ഞങ്ങൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അങ്ങനത്തെ ധാരാളം സംഭവങ്ങളും ഉദാഹരണങ്ങളും പറയാനുണ്ട്. നമ്മുടെ മാന്യത കൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല, അത് ഞങ്ങളുടെ ലക്ഷ്യവുമല്ല. ഇതിന്റെ അകത്ത് വസ്തുതകൾ എന്താണെന്ന് അറിയുന്നത് വിൻസെന്റ് ശിക്ഷ അനുഭവിക്കട്ടെ എന്നതിനപ്പുറം ആ കാര്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു നിലപാടെടുത്തിട്ടില്ല. അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ മറ്റു നേതാക്കളൊക്കെ. ചെറിയ ശബ്ദത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ പി ടി തോമസ്, താങ്കളിലേക്ക് മടങ്ങിയെത്താം. PC ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PC ജോർജ്, 99 മുതൽ വിഷാദരോഗം എന്നാണ് ഇപ്പോൾ ഒരു ഡിഫൻസായി കോൺഗ്രസ് പറയുന്നത്. അത് ഒരു ഡിഫൻസ് ആണോ യഥാർത്ഥത്തിൽ? നേരത്തെ ശ്രീ PM മനോജ് ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ മാനസിക നില തകരാറിലായ ഒരു സ്ത്രീയാണ് പീഡിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ IPC 305 വകുപ്പ് പ്രകാരം ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷ കിട്ടുന്ന കുറ്റമായി അത് മാറുമെന്നും ഒപ്പം MLAക്ക് ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഞരമ്പ് രോഗമാണ്. അല്ല, MT രമേശ് പറഞ്ഞ പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിലും മാനസിക രോഗം അല്ലെ വിഷാദം കൊണ്ടൊരു സ്ത്രീയായി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്താ സംശയം. പക്ഷെ അതല്ല രമേശ് ഇവിടുത്തെ പ്രശ്നം. ഇതിനു മുമ്പ് കേരളത്തിൽ MLAമാരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല കേസ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നമ്മുടെ AK ശശീന്ദ്രൻ, ഒന്ന് ജോസ് തെറ്റീൽ. ഈ രണ്ടെണ്ണം മാത്രം പറയാം. ജോസ് തെറ്റീൽ ഈ സംഭവം ഉണ്ടായപ്പോ ജോസ് തെറ്റീൽ നിരപരാധിയാണെന്ന് ബോധ്യത്തോട് ഞാൻ പറഞ്ഞത്, അത് പറയാം. ജോസ് തെറ്റീലിനെ ഉടനെ പോയി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറസ്റ്റ് ചെയ്യല്ലേ ചെയ്തത്, അതിനുള്ള സാഹചര്യം ഒന്ന് പരിശോധിക്കുകയല്ലേ ചെയ്തത്.
ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇപ്പൊ പ്രിയങ്കരനായ നമ്മുടെ AK ശശീന്ദ്രൻ, ആ പെൺകുട്ടിയോട് സംസാരിച്ച മോശമായിട്ടാണെന്നുള്ള ആർക്കറിയത്തില്ലാത്ത അവർ പോലീസ് പരാതി കൊടുത്തത്, എന്നിട്ട് അറസ്റ്റ് ചെയ്തില്ലല്ലോ. അപ്പോ വിൻസെന്റ് ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്നത് ഇത്ര നിർബന്ധം? ഒരു സമയം കൊടുക്കണമായിരുന്നു. അദ്ദേഹം നിരപരാധിയാണോ കുറ്റക്കാരനാണോ എന്ന് കണ്ടെത്താൻ ഉള്ള സമയം കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള മര്യാദ ഈ ഗവൺമെന്റ് കാണിക്കേണ്ടതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ കേസിൽ ഞാൻ അതിന് മെറിറ്റിലേക്ക് കിടക്കുന്നില്ല. അത് ചെയ്തിട്ടെങ്കിൽ ചെയ്ത് തെറ്റ് വലിയതാണ്, ചെയ്തതല്ലെങ്കിൽ ആ നിരപരാധിയെ ക്രൂശിക്കുന്നത് പാപമാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ PM മനോജ്, സാധാരണഗതിയിൽ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയാണ് എങ്കിൽ കോടതി പ്രാഥമികമായി ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നറിയുന്നതിനുള്ളൊരു ടെസ്റ്റ് ആ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഏത് നിലക്കെടുക്കുന്നു എന്നതാണ്. ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിൻസെന്റ് MLA മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നറിയുന്ന പോലീസ് തിടുക്കത്തിൽ അത് അറസ്റ്റാക്കി മാറ്റുന്നതാണ് രാഷ്ട്രീയ ഗൂഢാലോചനയായി കോൺഗ്രസ് കാണാൻ കാരണം. അല്ല, അവർക്ക് ഡിഫൻസിന് അങ്ങനെ പറയാനുള്ള അവകാശമൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇവിടെ ശ്രീ PC ജോർജ് പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ജോസ് തെറ്റേലിൻ്റെ കേസ് മാധ്യമങ്ങളുടെ പുറത്ത് വന്നു. അദ്ദേഹത്തിനെതിരെ അന്ന് പരാതിയില്ല. മാധ്യമങ്ങളുടെ പുറത്ത് വന്നതിന് ശേഷമാണ് പരാതി വരുന്നത്. ആ സമയത്ത് തന്നെ അദ്ദേഹം സ്വന്തം നിലയിൽ പോയി മുൻകൂർ ജാമ്യം നേടിയതിന് ശേഷമാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചു എന്നുള്ള വേറെ കാര്യം. മുൻകൂർ ജാമ്യം നേടി. അതിനുശേഷം ഇപ്പോൾ ആ സ്ത്രീ തന്നെ പറഞ്ഞു, അന്ന് ആ പരാതിക്കാരിയായിരുന്ന സ്ത്രീ തന്നെ പറഞ്ഞു, അത് UDFന്റെ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തന്നെ ആ അഭിനയത്തിന് തന്നെ നിയോഗിച്ച് വിട്ടത് എന്ന്. ഇപ്പോൾ അങ്ങനെ ബെന്നി ബെഹനാനൊന്നും LDFിലില്ല. അതുകൊണ്ട് തന്നെ ആ കേസും ഈ കേസും തമ്മിൽ താരതമ്യമില്ല. രണ്ടാമത് AK ശശീന്ദ്രൻ്റെ കേസിൽ ഇതുവരെ ഒരു പരാതിക്കാരി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് എപ്പോഴെങ്കിലും നമ്മളറിയാതെ ഏതെങ്കിലും പരാതി കൊണ്ടുകൊടുത്തോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ കേസിൽ ഒരു പരാതിക്കാരിയില്ല. പക്ഷേ അങ്ങനെ ഒരു വിഷയം മാധ്യമങ്ങളിലൂടെ ഒരു മാധ്യമത്തിലൂടെ പുറത്തു വന്ന ഉടനെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം രാജിവെച്ചു. പിന്നെ അതിൻ്റെ നിയമ നടപടിക്രമങ്ങൾ ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു മാധ്യമം അതിൻ്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില അധാർമികമായ ഇടപെടലുകൾ, ആ ഇടപെടലുകൾ പുറത്തു വന്നു. ആ മാധ്യമത്തിനെതിരെ കേസ് വന്നു. ആ കേസിലും ഏതെങ്കിലും തരത്തിൽ അഗ്രഷൻ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടില്ല. അന്യായമായ ഒരു മാധ്യമം പ്രവർത്തിച്ചപ്പോൾ ന്യായമായി പോലീസ് പ്രവർത്തിച്ചു, അത്രയേ ഉള്ളൂ. അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നേരിട്ട് പരാതി നൽകുന്ന ഒരു സ്ത്രീയുണ്ട്. നമുക്കറിയാലോ, ഒരു സ്ത്രീ അവർ ആക്രമിക്കപ്പെട്ടു എന്ന് മൊഴി നൽകുമ്പോൾ, പരാതി നൽകുമ്പോൾ ആ സ്ത്രീയുടെ മൊഴിയാണ് പ്രധാനം. ആ മൊഴി അനുസരിച്ചിട്ടാണ്, അവർ കോടതിയിൽ നൽകിയ മൊഴി അനുസരിച്ചിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് ഇദ്ദേഹം MLA ആണ്, ഇദ്ദേഹം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളാണ്, ഇദ്ദേഹം PC ജോർജിന് വേണ്ടപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊന്നും പോലീസിന് നിയമത്തിനും പറ്റില്ല. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലമാണ് ഒരു വനിതയുടെ നേരിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു വനിത പരാതി കൊടുത്തപ്പോൾ അബ്ദുള്ള കുട്ടിയെ സംരക്ഷിച്ച കാലം. അങ്ങനെ ഒരു കാലമാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. നിരവധി ആ ഉദാഹരണങ്ങൾ എടുത്ത് പറയാനുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ഇവർ പറയുന്ന രാഷ്ട്രീയ പകപോക്കലോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുള്ള ഏതെങ്കിലും തിടുക്കമോ ഗൂഢാലോചനയോ ആയിരുന്നുവെങ്കിൽ ഈ വിൻസെന്റിന്റെ പുറത്ത് കയറേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും കോവളത്ത് CPM അല്ല വിൻസെന്റിന്റെ എതിരാളി. അതുകൊണ്ട് തന്നെ CPMന് പ്രത്യേക താല്പര്യം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. അതുമാത്രമല്ല, ഗവൺമെന്റ് ആടി നിൽക്കുന്ന ഒരു അംഗത്തിന്റെ ഭൂരിപക്ഷത്തിന് തൂങ്ങി നിൽക്കുന്ന ഗവൺമെന്റും അല്ല. അതുകൊണ്ട് ഒരു MLA ജേക്കബ് ജോർജ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നില്ല, എന്നാൽ ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കുകയും ചെയ്തു. എന്നാൽ MLA സ്ഥാനം രാജിവെക്കുകയും വേണ്ട. ഒരു ലോജിക്കുള്ള തീരുമാനമാണോ KPCCയുടേത്? അല്ല, ഇത് മികച്ച ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു നിലപാടെടുക്കുന്ന ഒരു MLA ചിന്തിക്കാനല്ല. രണ്ടാമതൊരു കാര്യം, ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് വരുത്തേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. അതേസമയം നമ്മൾ നേരത്തെ ജോസ് തെറ്റേലിന്റെ കാര്യം പറഞ്ഞു. ജോസ് തെറ്റേലിനെതിരെയുള്ള ആരോപണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ ആ സ്ത്രീ തന്നെ പിന്നീട് എനിക്ക് വാഗ്ദാനം ചെയ്ത കാശ് കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ കോൾ റെക്കോർഡ് ടെലിവിഷൻ ചാനലുകളിലൊക്കെ വന്നതുമാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇതിനകത്ത് അതുപോലെയുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന് എനിക്ക് കണക്കാക്കുന്നില്ല, ഞാൻ കരുതുന്നില്ല. പക്ഷെ പോലീസിന്റെ മുന്നിൽ ഒരു പരാതിയുണ്ട്. ആ സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. അത് സംബന്ധിച്ച രേഖകളുണ്ട്, അത് സംബന്ധിച്ച തെളിവുമുണ്ട്. പിന്നീട് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഫോണിൽ നിന്ന് പോയ കോളുകളുടെ ഡീറ്റെയിൽസും ഉണ്ട്. ഇതനുസരിച്ച് പോലീസിന് ഇങ്ങനെ ഒരു നടപടിയെ സ്വീകരിക്കാൻ കഴിയൂ. മറിച്ചുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിന്റെ തുടർന്ന് അന്വേഷണത്തിലും കോടതിയുടെ വിശദമായ വിചാരണയിലും കാര്യങ്ങൾ മനസ്സിലാവും. തുടരുക. PC ജോർജ്, നേരത്തെ PM മനോജ് പറഞ്ഞ വിഷയത്തിലേക്ക്, AK ശശീന്ദ്രൻ്റെയും ജോസ് തെറ്റേലിൻ്റെയും വിഷയം രണ്ടും കൃത്യമായ ട്രാപ്പാണ് എന്ന്
അത് കണ്ടവർക്കും കേട്ടവർക്കും അറിയാവുന്നതാണ്. രണ്ടും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇതല്ല എന്നുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലേ? ജോസ് തെറ്റലിന്റെ കേസ് വന്നപ്പോഴേ ഇപ്പൊ പിണറായി കാണിച്ച പോലെ ഉമ്മൻചാണ്ടി എന്ന തെറ്റലിനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ മനുഷ്യനെ എവിടെ പോകുമായിരുന്നു? പിന്നീടല്ലേ ജാമ്യം കിട്ടിയത്. മുൻകൂർ ജാമ്യം കിട്ടിയത് ജാമ്യം കിട്ടാൻ അനുവദിക്കാതെ അറസ്റ്റ് ചെയ്യായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. അതുപോലെ തന്നെ എ കെ ശശീന്ദ്രനെതിരെ പെൺകുട്ടി കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. എന്തുകൊണ്ട് ആ പെൺകുട്ടി മൊഴിയെടുത്ത് കേസെടുക്കുന്നില്ല? എന്തുകൊണ്ട് ശശീന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പോ ഇത് രണ്ടുപേരുടെ കളിയാ. ഇത് മോശമായി പോയി. ഇപ്പോ വിൻസെന്റിന്റെ മുൻകൂർ ജാമ്യം തിരുവനന്തപുരത്ത് കോടതി കിടക്കുമ്പോ ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്നാ? ജോർജ് ഒന്ന് ഇടപെട്ടോളട്ടെ. നോക്കൂ, നിങ്ങൾ മോശമായി പോയി എന്ന് പറയുന്നത് ഈ MLA-യുടെ അറസ്റ്റാണ്. ഈ MLA ചെയ്തതൊന്നും MLA അറസ്റ്റ് അല്ല. പറയണം നികേഷേ, എന്റെ ഒരു വ്യക്തമായ അഭിപ്രായം, അങ്ങേര് മാനസരോഗിയായ പെൺകുട്ടികളെ വല്യമ്മയായിട്ട് മോശം എന്തുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട, വിടാൻ പാടില്ല, ശക്തമായ നടപടി വേണം തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരു സംശയം വേണ്ട. പക്ഷേ അതിനകത്ത് വീട്ടുകാരുടെ കമന്റും കൂടെ കേൾക്കുമ്പോ ജസ്റ്റ് ഒന്നുകൂടെ വെരിഫൈ ചെയ്തിട്ട് കുറ്റക്കാരനെ ബോധ്യപ്പെട്ടിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അല്പം കൂടി മാന്യത ഉണ്ടാകുമായിരുന്നു. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. അതല്ല ഞാൻ വിൻസെന്റിന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതല്ല, തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ ഇപ്പോ ജേക്കബ് ജോർജ് പറയുന്നത് കേട്ടു, നമ്മുടെ ജോസ് തെറ്റലിന്റെ കേസിന് ആ സ്ത്രീയുടെ അച്ഛനും കൂടെ വന്നിട്ട് ആ പ്രശ്നം പറഞ്ഞു തീർത്ത് കാശ് മേടിച്ച് കൊടുത്തവനാണ് ഞാനത് പുറത്തു പറയാതിരിക്കുന്നതാ. തെറ്റൽ നിരപരാധിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നോ? തെറ്റൽ ഇമ്പോർട്ടന്റ് ആണ്. പച്ചയ്ക്ക് ഞാൻ പറഞ്ഞേക്കാം, ഇനി ഒന്നുകൂടെ പറഞ്ഞേക്കാം. അങ്ങേർക്ക് കഴിവില്ല. അതിന്റെ ചരിത്രം ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, സമയക്കുറവുണ്ട്. പക്ഷെ എ കെ ശശീന്ദ്രൻ ഇതൊരു ജോലിക്കാരനല്ലേ? തെറ്റലിനെതിരെ ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടിക്ക് പണം വാങ്ങിക്കൊടുത്തോ? ആ പെൺകുട്ടിയുടെ അപ്പൻ എന്റെ അടുത്ത് ഒന്ന് സങ്കടം പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റേ വിളിച്ച് സംസാരിച്ചപ്പോ വസ്തുത ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പേര് പറയുന്നില്ല, പ്രഗത്ഭരായ രണ്ടാളുകളിൽ നിന്ന് 31 ലക്ഷം രൂപ വസ്തു ജപ്തി ചെയ്ത് കിടക്കുന്നതിന് കാശ് മേടിച്ച് കൊടുക്കുകയും ചെയ്തു. ഈ പ്രഗത്ഭരായ രണ്ടുപേർ ആരാണ്? അത് അതിന്റെ ജീവചരിത്രം ഞാൻ എഴുതുമ്പോ അത് എഴുതുന്നുണ്ട്, അപ്പൊ അറിഞ്ഞാൽ മതി. അല്ല, ജീവചരിത്രം എഴുതുമ്പോ നമുക്ക് അത് വിശദമായി അറിയാം. പക്ഷെ ഇപ്പോ വളരെ ബ്രീഫായി പറഞ്ഞോളൂ, ആരാണ് ഈ രണ്ട് പ്രമുഖർ കോൺഗ്രസ്സുകാരാന്ന് അറിഞ്ഞാൽ മതി. രണ്ട് കോൺഗ്രസ്സുകാരായ പ്രമുഖരിൽ നിന്ന് താങ്കൾ 31 ലക്ഷം രൂപ ഈ തെറ്റലിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെ പിതാവിന് വാങ്ങിക്കൊടുത്തു. എന്തിന്? അതായത് അങ്ങേറെ വസ്തു ജപ്തി ചെയ്യാൻ നിൽക്കുകയാണ്. അല്ല, അത് വേറെ. അതിപ്പം കാശ് കൊടുക്കാമെന്നും പറഞ്ഞ് അവരുടെ, അതായത് തെറ്റയിലും ഈ സ്ത്രീയും തമ്മിലുള്ള ആ വീഡിയോ ദൃശ്യങ്ങൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി പണം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ പണം കൊടുക്കാമെന്ന് പറഞ്ഞത് വേറെ ഒരുത്തൻ കളിപ്പിച്ചുകൊണ്ട് പോയി. അപ്പൊ ഇവരുടെ കിട്ടിയില്ല. അതുകൊണ്ട് ഈ സ്ത്രീയുടെ അപ്പൻ എന്റെ അടുത്ത് വരികയും ഞാൻ അപ്പനോട് പറഞ്ഞു, താൻ മകളെ വെച്ച് കാശുണ്ടാക്കുന്ന ആളിനോട് ഒന്നും കൂടെ പറയുകയും ചെയ്തു, ഇത് ഒളിച്ചു വെക്കുന്നത്. എന്നിട്ട് 31 ലക്ഷം രൂപ മേടിച്ചു കൊടുത്തു. ഞാൻ ആരുടെ കയ്യിൽ നിന്ന്? അത് ഞാൻ പറയണ്ട. ഞാൻ രണ്ട് രാഷ്ട്രീയ നേതാക്കള് കോൺഗ്രസ്സുകാര് എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മാത്രം മതി. അല്ല, നിൽക്കൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ പണം കൊടുക്കേണ്ട കാര്യം എന്താണ്? ഞാനേ കിടക്കുന്നില്ല. ഞാൻ നികേഷ് ആയതുകൊണ്ട് അത്രയും പറഞ്ഞു പോയെന്നുള്ളൂ, വേറെ ഒന്നും പറയാല. ഇനി ബാക്കി പറയാല, എന്നോട് ചോദിക്കരുത്. സത്യം ചെയ്തിരിക്കുക. ഞാൻ ഇതുപോലെ നികേഷിനോട് പറയരുതാത്ത സ്ത്രീയെ അകലെ കിടക്കുന്ന എന്നെ നികേഷ് സത്യം പറയാൻ വിളിച്ചപ്പോ എന്നെങ്കിലും ഒന്ന് സത്യം പറയണ്ടേ, അതുകൊണ്ടങ്ങ് പറഞ്ഞതാ. അതിന് കൂടുതൽ അഭിപ്രായം ചോദിച്ചാൽ നീ എപ്പോ കട്ട് ചെയ്യും. ദയവായി തുടരുക. താങ്കൾ ദയവായി തുടരണം ടെലിഫോൺ ലൈനിൽ. ഇപ്പൊ നമ്മളോടൊപ്പം ഷാനിമോൾ ഉസ്മാൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, വിൻസെന്റ് MLA-ക്കെതിരെ ഇന്നിപ്പോ സംഘടനാ ഭാരവാഹിത്വം ഒഴിവാക്കുകയാണ് KPCC ചെയ്തിട്ടുള്ളത്. അത് മതിയോ? അല്ല നികേഷ്, എനിക്ക് ഞാനൊരു യാത്രയിലാണ്. അപ്പൊ എനിക്കിതിനകത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഞാൻ വളരെ വ്യക്തമായി തന്നെ എന്റെ അഭിപ്രായം ഇന്നലെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇതിനകത്ത് സ്വാഭാവികമായി മുതിർന്ന നേതാക്കന്മാര് കൂടിയാലോചിച്ചുകൊണ്ട് ഇതിനകത്തുള്ള കഴിഞ്ഞ കാലങ്ങളിലെ കീഴ്വഴക്കങ്ങളും ന്യായ വശങ്ങളും ഒക്കെ പരിശോധിച്ചുകൊണ്ടാണ് സംഘടനാ തലത്തിലുള്ള ഒരു
തീരുമാനമെങ്കിലും ഒരു നടപടിയെങ്കിലും എടുക്കാനുള്ള തീരുമാനം എടുത്തിട്ട് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്റെ അഭിപ്രായം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ഇന്നലെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. നമ്മൾ ഒന്നും കൂടി ആലോചിക്കണം. ഒരു ശശീന്ദ്രൻ എന്ന് പറയുന്ന MLA അടക്കമുള്ള ഒരു വ്യക്തമായ കേസ് നിലവിലുള്ളപ്പോ മന്ത്രിസ്ഥാനത്തുനിന്ന് കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞുകൂടി രാജിവെച്ചു പോയ ആളടക്കം അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള മറുപടിയും പറയാൻ CPM-ന് കഴിയുന്നില്ല. പിന്നെ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള ചില തിടുക്കങ്ങളും അനാവശ്യമായിട്ടുള്ള ചില വെപ്രാളങ്ങളും ഒക്കെ CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് കോൺഗ്രസ് അതിനകത്ത് നടപടിയെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സംഘടനാപരമായ നടപടിയെടുത്തത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യം തന്നെയായിട്ടാണ് ഞാൻ. അതായത് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഇപ്പോ M. വിൻസെന്റ് MLA സ്ഥാനം രാജിവെക്കണമെന്നില്ല. ഞാൻ അങ്ങനെയല്ല. M. വിൻസെന്റ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞതിന്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുകയാണ്. M. വിൻസെന്റ് ഒരു യുവജന നേതാവ് എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്ത് മികച്ച പ്രതിച്ഛായുള്ള ഒരാള് എന്നുള്ള നിലയിൽ എന്റെ ആവശ്യം ഞാൻ പാർട്ടി നേതൃത്വത്തെ അടക്കം അറിയിച്ചിരുന്നത് തീർച്ചയായും മാതൃക കാണിച്ചുകൊണ്ട് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ആവശ്യം ഞാൻ ഉന്നയിക്കുമ്പോഴും തീർച്ചയായിട്ടും പാർട്ടി ലീഡർഷിപ്പ് കൂടി ആലോചിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴും ഞാൻ പറഞ്ഞത്. കാരണം മാതൃക കാണിക്കണം. ഇപ്പൊ ശശീന്ദ്രൻ അടക്കമുള്ളവർ അവിടെ ഇരിക്കുകയല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ നിരപരാധിത്വം അദ്ദേഹത്തിന് 100% ബോധ്യമുണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയും വരെ മാറി നിൽക്കണം എന്നുള്ളത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എനിക്കത് പറയാൻ എന്റെ പാർട്ടിയിൽ സ്വാതന്ത്ര്യമുണ്ട്. അപ്പം സീനിയർ നേതാക്കന്മാർ കൂടിയാലോചിച്ചുകൊണ്ട് സംഘടനാ നടപടി എന്ന തലത്തിലേക്ക് എത്തിയത് തന്നെ ഇപ്പൊ ഇവിടെ ഉള്ള കീഴ്വഴക്കങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്നു പോന്നിട്ടുള്ള നടപടികളും. ശ്രീമതി ഷാനിമോൾ ഉസ്മാനി, കോവളത്ത് നിങ്ങൾ ആകെ വളരെ ചുരുങ്ങിയ വോട്ടിനാണ് 2615 വോട്ടിനാണ് ജയിച്ചത്. അത് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും യോഗം ചേർന്നപ്പോൾ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് അവരെത്തിയത്. കാരണം അറിയാമല്ലോ, ഈ സ്വതവേ കോവളം നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അവിടെയാണ് വിൻസെന്റ് 2615 വോട്ടിന് അട്ടിമറിച്ചത്. ഇനി അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്ന അവിടെ ആ മണ്ഡലം കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കില്ലേ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അങ്ങനെയൊക്കെ പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് അറിയാത്തവരാരാ? കേരളത്തിലെ ഇന്ന് സാധനങ്ങളുടെ വിലക്കയറ്റവും അതുപോലെ മദ്യനയം അടക്കമുള്ള കാര്യങ്ങളില് ജനങ്ങൾ ആകമാനം വല്ലാതെ പ്രകോപിതരായിരിക്കുമ്പോ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ജയിക്കില്ല എന്ന് നിങ്ങളോടാരാ പറഞ്ഞത്? ഞങ്ങൾക്ക് അങ്ങനത്തെ വിലയിരുത്തലുകളൊന്നും ഞങ്ങളുടെ നേതാക്കന്മാർ ആരും നടത്തിയിട്ടില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തൽക്കാലം ചിന്തിക്കേണ്ടതില്ല. ഞാൻ വ്യക്തിപരമായി എന്റെ അഭിപ്രായം പറഞ്ഞു. എന്റെ പാർട്ടി അത് CPM അല്ലാത്തത് കൊണ്ട് എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷെ മുതിർന്ന നേതാക്കന്മാർ കൂടിയാലോചിച്ചെടുത്ത തീരുമാനം, അതിന്റെ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ അടുത്ത ദിവസങ്ങളിൽ വരുന്ന കമ്മിറ്റികൾ അതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു നാടകമല്ലേ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ? നിങ്ങൾ വനിതകൾ പറയുക രാജിവെക്കണമെന്ന് പറയുക, നേതാക്കൾ വേറൊരു തീരുമാനമെടുക്കുക, ഇത് രണ്ടും ഒന്നിച്ചു പോകുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്നാ നിങ്ങൾ പറഞ്ഞു എന്നുമായി നടപടി എടുക്കുകയും വേണ്ട, തെരഞ്ഞെടുപ്പ് ഇല്ലതാനും. അല്ല, അങ്ങനെയൊക്കെ പറയുന്നതിന് എന്ത് നാടകമാണ്? ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് നാടകം കാണിക്കേണ്ടത് ആരുടെ മുന്നിലാ? ഇവിടെ ഒരു നാടകത്തിന് ഇതിനകത്ത് യഥാർത്ഥത്തിൽ നാടകം കഴിക്കുന്ന ഇടതുമുന്നണിയാണ്. സ്ത്രീ സുരക്ഷ പറയും, കിളിരൂർ കവിയൂർ മുതലുള്ള കേസുകളെ സംബന്ധിച്ച് നമ്മളിപ്പോ ഒന്ന് ചോദിച്ചാലേ അപ്പൊ അതിന് നാടകമാണ് നിങ്ങൾ പറയുമോ? അല്ല, കിളിരൂർ കവിയൂർ സംബന്ധിച്ച് എന്താ ഉണ്ടായിട്ടുള്ളത് ഇവിടെ? അല്പം മുമ്പ് ശ്രീ PC ജോർജ് പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ സമയത്താണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ താങ്കൾ ടെലിഫോൺ ലൈനിൽ വന്നത്. എന്താ പറഞ്ഞതെന്നറിയാമോ? എന്താ പറഞ്ഞത്? അവസാന ഭാഗം ഞാൻ കേട്ടു. ഞാൻ ഒരു കാര്യം പറയട്ടെ, കോൺഗ്രസ് പാർട്ടി ആരെയും ഇത്തരത്തിലുള്ള നാടകങ്ങൾക്കും ഇത്തരത്തിലൊന്നും ആരെയും ചുമതലപ്പെടുത്തി വിട്ടിട്ടൊന്നുമില്ല. ഇതിനെ കുറിച്ചൊക്കെ ആർജവത്തോടു കൂടി പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് നിലപാട് കോൺഗ്രസിന്റെ നേതാക്കന്മാര് വഴിയിൽ കെട്ടിരിക്കുന്ന ചെണ്ടയായിട്ട് ആരെങ്കിലും അല്ലല്ല, വഴിയിലിട്ട ചെണ്ടയൊന്നുമല്ല. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടി വരും. ഇതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നത്. നോക്കൂ ജോസ് തെറ്റയിൽ MLA-ക്കെതിരെ ഒരു ട്രാപ്പ് ഉണ്ടായിരുന്നു. ആ ട്രാപ്പിൽ ജോസ് തെറ്റയിൽ MLA കുടുങ്ങി. ആ പെൺകുട്ടി പറഞ്ഞിരുന്നു, ഇന്ന ആളുകളാണ് എന്നെ ട്രാപ്പ് ചെയ്യാൻ ഏൽപ്പിച്ചത് എന്ന്. ഞാനത് ചെയ്തു കൊടുത്തു, എനിക്ക് പണം കിട്ടിയിട്ടില്ല എന്ന്. ഉത്തരവാദപ്പെട്ട ഒരു MLA ആണ് പറയുന്നത്, ഞാനാണ് ആ പെൺകുട്ടിയുടെ അപ്പന് 31 ലക്ഷം രൂപ 2 കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വാങ്ങിക്കൊടുത്തത് എന്ന്. എനിക്ക് അത്ഭുതം തോന്നുന്നു. അല്ല, എനിക്കും അത്ഭുതം തോന്നുന്നില്ല. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ അല്ലല്ലോ. ബഹുമാന്യനായ PC ജോർജിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോടൊക്കെ ബഹുമാനം വെച്ച് പുലർത്തുന്ന ഒരാളാണ് ഞാൻ.
അദ്ദേഹം അങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ ഇത്തരത്തിലൊരാളുടെ പേര് പറയാതെ മുഴുവൻ ആളുകളെയും ഇങ്ങനെ പി.സി. ജോർജ്, താങ്കൾക്കുള്ള വെല്ലുവിളിയാണത്. ആ വെല്ലുവിളി താങ്കൾ ഏറ്റെടുത്തേ മതിയാകും. നികേഷിന്റെ ബുദ്ധി കൊള്ളാം. എനിക്ക് ആ സഹോദരിയുടെ അരിശം വരുമ്പോൾ ഞാനങ്ങ് പറയല. ആ സ്ത്രീ പറയും, ആ സഹോദരി പറഞ്ഞ തെറ്റ്, അവനെ അബദ്ധം വിവരക്കേടുകൊണ്ട് പറയുന്നതാണ്. ഞാൻ അവർ ചൂടായി എന്ന് വിചാരിച്ചൊന്നും ഞാൻ സത്യം ചെയ്ത് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു, ഞാൻ തന്നെയാണ് 31 ലക്ഷം രൂപ മേടിച്ചു കൊടുത്തത്. ഒരു തർക്കവും വേണ്ട. അവരുടെ പേര് ഞാൻ തല്ലിക്കൊന്നാലും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇവരെല്ലാം കൂടി ഞാനാ കുറ്റക്കാരെന്ന് പറഞ്ഞാലും ഞാനിത് പറയും. കാരണം എനിക്ക് വാക്കിന് വില വേണം. ഞാൻ വാക്കിന് വിലയുള്ളവനാണ്. ഇന്ന് വരെ വാക്ക് വ്യത്യാസം. ഇത് എപ്പോഴാണ് ശ്രീ പി.സി. ജോർജ്? ഇത് നമ്മുടെ തെറ്റയിൽ നിയമസഭയിലുള്ള സമയത്ത് തന്നെയാണ് ചെയ്തത്. ഞാൻ അന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പാണ്. ഇദ്ദേഹവും ആ സ്ത്രീയും കൂടെ, എൻ്റെ അപ്പനും ആ സ്ത്രീയും കൂടെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ എൻ്റെ ഭായി വന്ന ചീത്തപ്പോഴും അവരെ വിളിച്ചതാണ്. അപ്പോൾ അവരെ പറഞ്ഞ തുകയൊക്കെ വലുതായിരുന്നു. ഒരുത്തൻ കളിപ്പിച്ചുകൊണ്ട് പോയിരിക്കുക, ഒരു മുസ്ലിം പയ്യാണ് കളിപ്പിച്ചുകൊണ്ട് പോയി. അന്ന് ദുഃഖം പറഞ്ഞപ്പോൾ ഈയിടെ ഞാൻ ചോദിച്ചു, എന്നെ ജോലിയാണ്, ഏജന്റ് പണിയുണ്ടോ? എനിക്ക് ഞാൻ ചോദിച്ചു തെറി പറഞ്ഞതാണ്. അപ്പൊ അപ്പം പറഞ്ഞു ജപ്തിയാണ്. അയാളെ കടലാസ് കാണിച്ചു, ഒരു ബാങ്കിന്റെ. അപ്പൊ ഞാൻ ഇതിന്റെ ഉത്തരവാദിത്തപ്പോഴും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞു ശരിയാണ്, കളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ സ്ത്രീയെ, അത് ശരിയാണ്. അപ്പം പറഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞു. അപ്പനുമായിട്ട് നിന്ന് സംസാരിച്ചു. ആദ്യം ഒരു 20 ലക്ഷം രൂപ, അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 ലക്ഷം രൂപ, പിന്നെ അത് കഴിഞ്ഞ് 6 ലക്ഷം രൂപ, അത് കഴിഞ്ഞ് 1 ലക്ഷം രൂപ, അങ്ങനെയാണ് 31 ലക്ഷം രൂപ കൊടുത്തത്. ഇനി വേണോ തെളിവ്? അല്ല, ഇങ്ങനെ പൈസ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് സരിത നായരുടെയും വിഷയമായി ഉയർന്നു വന്നത്. ആ സമയത്ത് സരിതയ്ക്ക് ഓഫർ ചെയ്ത പൈസ കൊടുത്തില്ല. അതുകൊണ്ടാണ് സരിത രണ്ടാമതും ഉമ്മൻചാണ്ടിക്കെതിരായത്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സംഘത്തിനും എതിരായത്. ഇങ്ങനെ പല ആളുകൾക്ക് പണം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി കഴിഞ്ഞ ഭരണകൂടത്തിന്റെ സമയത്ത്. താങ്കൾ പറയുന്നത് താങ്കൾ ചീഫ് വിപ്പായിരുന്ന സമയമാണെങ്കിൽ അത് ഏതാണ്ട് 2014, 2015 കാലഘട്ടത്തിലാണ്. അതല്ല, 2011 മുതലുള്ള കാലഘട്ടം. അതെ, 2014-15 ആകുമ്പോഴാണല്ലോ ഈ വിഷയം, ഈ സംഭവം ഉണ്ടായി. തെറ്റുകളുടെ പേരുദോഷം ഉണ്ടായി കത്തി നിൽക്കുന്ന സമയം കഴിഞ്ഞ് ഒരു 2ാം നിയമസഭ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം. 2ാം സെഷൻ നിയമസഭ കഴിഞ്ഞപ്പോൾ ഡയറി നോക്കിയാൽ ഡേറ്റ് അത് എഴുതിയിട്ട്, അതായത് അങ്ങനെയാണ് 2 സെഷൻ കഴിയുമ്പോഴെന്ന് പറയുമ്പോൾ 2011 അധികാരമേറ്റ്, മെയ്യിൽ അധികാരമേറ്റ് 2011 തന്നെ ആയിരിക്കണം. അത് 11 അത് 12 എന്നാണ് ഈ സംഭവം നടന്നതെന്ന് നോക്കി. എന്നാണോ തെറ്റയിൽ അന്ന് പ്രതിപക്ഷത്താണ്. അതായത് തെറ്റേലിന് വേണമെങ്കിൽ ഒരു പരാതി ഇപ്പൊ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ എന്നെ ഇങ്ങനെ ട്രാപ്പ് ചെയ്തു. കാരണം തെറ്റയിൽ കരഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ തീർത്ത് കൊടുത്തത്. തെറ്റയില് നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യമുള്ളതാണ്. അല്ല, തെറ്റേല് വേറൊരു ഭാഗത്തല്ലേ, തെറ്റേലിനെയാണ് ഈ നിലയിൽ ട്രാപ്പ് ചെയ്ത് കുടുക്കിയത്. ഞാൻ പറഞ്ഞിരുന്നു, എപ്പോ എനിക്ക് അവസരം കിട്ടുന്നു അപ്പോൾ തെറ്റേൽ നിരപരാധിയാണെന്ന് സത്യം സമൂഹത്തെ ഞാൻ അറിയിച്ചോളാന്ന് വാക്ക് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പൊ നികേഷോട് ഇക്കാര്യം ഇപ്പോഴും പറയല. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ പി.സി. ജോർജ്, തെറ്റേൽ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. തെറ്റേൽ പറയുന്നത് തെറ്റേലിനെ ആരോ കുടുക്കിയതാണ് എന്നാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പുറത്തെ ഭാഗത്തുള്ള ആൾക്ക്, അതായത് ഈ പെൺകുട്ടിയുടെ ഭാഗം എന്ന് പറയുന്നത് ഞാൻ ഇന്ന ആളുകൾ പറഞ്ഞിട്ടാണ് ഈ ട്രാപ്പ് ഒരുക്കിയത് എന്നാണ്. അതവർ പൊതു സമൂഹത്തിന് മുമ്പാകെ പറയുകയും ചെയ്തിട്ടുണ്ട്. ടെലിവിഷൻ ക്യാമറകളിലും പറഞ്ഞിട്ടുണ്ട്, കോടതിയിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മയാണ്. ഞാൻ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ പണം കൊടുക്കാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. ആ പെൺകുട്ടിയുടെ അപ്പൻ താങ്കളുടെ അടുത്തേക്ക് വരുന്നു, 31 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തെറ്റയിൽ അന്ന് പറഞ്ഞതല്ലേ ശരിയാകുന്നത്? അതാണ് താങ്കൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശമെന്ന് താങ്കൾ പറയുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, തെറ്റയിൽ ഇനി ഒരു പരാതി കൊടുക്കാം. ആ പരാതി എന്തായിരിക്കണം? എന്നെ ട്രാപ്പ് ചെയ്തതാണ്, എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസിലെ ഇന്ന നേതാക്കളാണ് ശ്രമിച്ചത്. അത് പി.സി. ജോർജ് ഇന്ന തീയതിക്ക് 31 ലക്ഷം വാങ്ങിക്കൊടുത്തതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തവർക്കെതിരെ കേസ് വേണം. തെറ്റയിൽ അത് ചെയ്യാൻ പറ്റില്ല. കാരണം തെറ്റയിലിന്റെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനത് ചെയ്തത്. അന്ന് ഞാൻ തെറ്റയിലൂടെ പറഞ്ഞിരുന്നു, എന്ന് എനിക്കൊരു അവസരം കിട്ടുമോ, അങ്ങനെ വരുമല്ലോ, അപ്പോൾ അങ്ങ് നിരപരാധിയാണെന്ന് ഞാൻ സമൂഹത്തോട് പറഞ്ഞോളാം എന്ന് വാക്ക് പറഞ്ഞു. തെറ്റിനെ വിളിച്ചോളൂ, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് റിവീൽ ചെയ്തത്. അല്ല, ഇപ്പോഴും ഇത് പറയല. തുടരണം. ശ്രീ പി.എം. മനോജ്, താങ്കൾ നിയമം പഠിച്ച ഒരാളാണല്ലോ. ഇതൊരു ബ്ലാക്ക്മെയിൽ കേസായി രൂപാന്തരം പ്രാപിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു സംശയമില്ല. ഇതിൽ 2 വശമുണ്ട്. ഒന്ന് നിയമത്തിൻ്റെ വശവും, 2 രാഷ്ട്രീയ വശവും. രാഷ്ട്രീയ വശം, കോൺഗ്രസ് എത്രമാത്രം വൃത്തികെട്ട ആളുകളുടെ കൂട്ടമാണ് എന്നാണ് കോൺഗ്രസിനോടൊപ്പം
ചീഫ് വിപ്പ് പദവിയിലിരുന്ന ക്യാബിനറ്റ് പദവിയിലിരുന്ന ശ്രീ പി സി ജോർജ് ഇപ്പം വിളിച്ചു പറയുന്നത്. അതായത് ജോസ് തെറ്റയിലിനെതിരെ അന്ന് കുരച്ച് ചാടിയവരിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു, VM സുധീരൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ പണിയെടുത്തത് എന്നും കോൺഗ്രസ് തന്നെ, കോൺഗ്രസിന്റെ നേതൃത്വം ഏർപ്പാടാക്കിയതനുസരിച്ച് അഭിനയിച്ച അഭിനേത്രിയായിരുന്നു ആ സ്ത്രീ എന്നും ആ സ്ത്രീക്ക് വേണ്ടി 31 ലക്ഷം രൂപ 4 ഗഡുക്കളായിട്ട് പി സി ജോർജ് മുഖേന കൊടുക്കാൻ കോൺഗ്രസിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്നും അതിന് അവർക്ക് സ്രോതസ്സുണ്ടായിരുന്നു എന്നും വെളിപ്പെടുമ്പോൾ കേരള രാഷ്ട്രീയത്തെ കോൺഗ്രസ് എത്തിച്ച ഏറ്റവും മലീമസമായ, ഏറ്റവും വൃത്തികെട്ട അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് സ്വാഭാവികമായും ഇപ്പോൾ തെറ്റയിലും അതുപോലെ പി സി ജോർജ് വാക്ക് പാലിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ശരിയായിരിക്കാം. അങ്ങനെ അവർ തമ്മിലൊരു വാക്കുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടുള്ള മടിയല്ലാതെ നിയമത്തിന് മുന്നിൽ അത്തരം മടികളൊന്നും ഉണ്ടാവേണ്ടതില്ല. നിയമത്തിന് മുന്നിൽ ഒരു വ്യക്തിയെ, നിരപരാധിയായ ഒരു വ്യക്തിയെ ട്രാപ്പിൽ പെടുത്തുകയും അതിൻ്റെ ഭാഗമായി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് നിയമവിരുദ്ധമായ പണമിടപാട് നടക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഒരു കേസ് നിയമത്തിൻ്റെ മുന്നിലെത്തിയാൽ, കോടതിക്ക് മുന്നിലെത്തിയാൽ സ്വാഭാവികമായും അദ്ദേഹം അതിന് ഉത്തരം പറയേണ്ടി വരും. അത് ജോസ് തെറ്റയിലും പി സി ജോർജും തമ്മിലെ വ്യക്തിപരമായ വിഷയം എന്നതിൽ കവിഞ്ഞ് അതൊരു ക്രിമിനൽ ഒഫൻസായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമല്ല. നികേഷ് പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമായി മാറുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ശ്രീ പി സി ജോർജ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ വിൻസെന്റിന്റെ കേസുമായി അതിനെ ബന്ധപ്പെടുത്തിയാൽ വിൻസെന്റിനെ, കുറ്റവാളിയായ ഒരു സ്ത്രീയുടെ മൊഴിയനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട വിൻസെന്റിനെ രക്ഷപ്പെടുത്താൻ ഇവർ നടത്തുന്ന നാടകങ്ങൾ, ആ നാടകങ്ങൾ എത്രമാത്രം മോശമായിരിക്കും, എത്രമാത്രം വൃത്തികെട്ടതായിരിക്കും, ഹീനമായിരിക്കും, വ്യാജമായിരിക്കും എന്നതിന്റെ തെളിവിലേക്കാണ് ശ്രീ പി സി ജോർജിന്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്. ശ്രീ പി സി ജോർജ്, താങ്കൾ ജോസ് തെറ്റയിലിനെ കുറിച്ച് വ്യക്തിപരമായി വേറെയും ചില പരാമർശങ്ങൾ നടത്തി. അദ്ദേഹത്തിന് ഇതൊന്നും സാധിക്കില്ല എന്ന്. പക്ഷേ ദൃശ്യങ്ങൾ അശ്ലീലമായിരുന്നു. അശ്ലീലമായില്ല, അശ്ലീല ഭാഗങ്ങൾ കണ്ടതുള്ളൂ. അശ്ലീല ഭാഗം കണ്ടാൽ മതി, ഒരു മെഡിക്കൽ റിപ്പോർട്ട് എടുത്താൽ മതി. അപ്പം ഞാൻ പറയും ശരിയാന്ന് പൂർത്തിയായിക്കോളും. നികേഷ് ഇനി അതൊന്നും ചർച്ച ചെയ്യാൻ കൊള്ളുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ നിർത്തി, എന്നെ വിടുക. അല്ലല്ല, പി സി ജോർജ്, അവിടെ വിഷയം നമുക്ക് ഈ അശ്ലീല ഭാഗം ചർച്ച ചെയ്യാൻ ഞാനും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നേരത്തെ ശ്രീ PM മനോജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്ര വൃത്തികെട്ടവന്മാരാണോ രാഷ്ട്രീയക്കാർ? അവരുടെ കൈക്കൂലി കേസ് അവരെ അവസാനിപ്പിക്കട്ടെ. അത് കഴിഞ്ഞല്ലേ BJP. അല്ലല്ല, ഇത്ര 5.5 കോടി രൂപ നിങ്ങൾക്ക് അറിഞ്ഞല്ലേ? അല്ല, 5.5 കോടി അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ നികേഷിന് പറഞ്ഞത് LDF, UDF, BJP ഈ 3 മുന്നണി കണക്കാണ്. വേറെ ആലോചിക്കണം നമുക്കെന്നാ ഞാൻ പറയുന്നു. അല്ലാതെ നമുക്ക് ആലോചിക്കാം, നമുക്ക് ഗൗരവമായി ആലോചിക്കാം. പക്ഷേ ശ്രീ പി സി ജോർജ് നോക്കൂ, ഇത് ഇത്ര വൃത്തികെട്ടവന്മാരാണോ രാഷ്ട്രീയക്കാര്? അതെ, എന്റെ മനപ്രയാസം, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റുമോ? അവൻ നികേഷ്, ഞാൻ ഇനിയും നമ്മുടെ കേരളത്തിൽ വന്നിട്ട് സംസാരിക്കും. ഒത്തിരി MLA മാരാണ് മെനയേടാ, അതുകൊണ്ട് സോറി. പക്ഷെ എന്നാലും അതൊരു ഗുരുതരമായ ആരോപണമായി പോയി. അത്രയും പി സി ജോർജിലേക്ക് വരാം. ശ്രീ PM മനോജ്, ഈ നിലയിലാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എങ്കിൽ നോക്കൂ, ആ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള വേദന എന്തൊക്കെയാണ് എന്ന്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ആ ദൃശ്യങ്ങൾ പെട്ടെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു പരിസ്ഥിതി എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ്. ജോസ് തെറ്റയിലിനെ ഞാൻ ടെലിഫോൺ ലൈനിൽ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ജോസ് തെറ്റയിലിന്റെ മുന്നിലുള്ള നിയമവഴികൾ എന്താണ്? ജോസ് തെറ്റയിലിന്റെ മുന്നിലുള്ള നിയമവഴികൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഇതുപോലെ ആക്രമിക്കപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പി സി ജോർജ് പരസ്യമായി റിപ്പോർട്ടർ ചാനലിലൂടെ വെളിപ്പെടുത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാവുന്നതാണ്. ആ കോടതിയെ സമീപിച്ച് താൻ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ടു, താൻ ആക്രമിക്കപ്പെട്ടു എന്ന പരാതി അദ്ദേഹത്തിന് കൃത്യമായി കോടതിക്ക് മുമ്പാകെ, നിയമത്തിന് മുമ്പാകെ ഉന്നയിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നികേഷ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം കൂടിയുണ്ട്. അത് എനിക്ക് തോന്നുന്നത് വിൻസെൻ്റിൻ്റെ വിഷയത്തിലുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ കാണിക്കേണ്ട മര്യാദ, മാന്യത, അതിൻ്റെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൽ ജോസ് തെറ്റയിലിനെ പൂർണ്ണമായും വിശുദ്ധവൽക്കരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അത്തരമൊരു സമീപനം വിൻസെൻറ്റിൻ്റെ കാര്യത്തിൽ കോൺഗ്രസോ UDF എടുക്കുന്നില്ല എന്നതാണ് എൻ്റെ പരാതി. അതായത് വിൻസെൻ്റ് വിൻസെൻറ്റിനെ അറസ്റ്റ് ചെയ്തതിലാണ് ഇവർക്കൊക്കെ വിഷമം. എന്നാൽ വിൻസെൻ്റ് ചെയ്ത കൃത്യം
അത് എത്രമാത്രം ഗുരുതരമാണ്, അത് എത്രമാത്രം നിയമവിരുദ്ധമാണ്, അത് സ്ത്രീകളോടുള്ള എത്ര വലിയ അതിക്രമമാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതിന് പകരം അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ മുന്നിട്ടിറങ്ങേണ്ടതിന് പകരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതിയെക്കുറിച്ചും അതിന് കാണിച്ച തിടുക്കത്തെക്കുറിച്ചുമൊക്കെ വേവലാതിപ്പെടുകയും അദ്ദേഹം ജനങ്ങളോടൊപ്പം നിൽക്കട്ടെ, MLA ആയി തുടരട്ടെ, കോൺഗ്രസിൽ വേണ്ട, തൽക്കാലം കുറ്റാരോപണം നിലനിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസിൽ അദ്ദേഹത്തിന് സ്ഥാനമില്ല എന്ന് പറയുന്ന വിചിത്രമായ വാദം ഉന്നയിക്കുന്ന ആളുകൾ തന്നെയാണ് ജോസ് തെറ്റയിലിനെ കൊടുക്കാൻ ഒരു സ്ത്രീയെ വാടകയ്ക്കെടുത്ത് അവരെ അഭിനയിപ്പിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത് പിന്നീട് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അവർക്ക് കൈക്കൂലി കൊടുത്ത് 31 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാൻ തയ്യാറായത് എന്ന് പറയുമ്പോൾ നികേഷ് പറഞ്ഞതിൽ തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത്രയും വൃത്തികെട്ടവരാണോ ഇവർ? ഇത്രയും മോശക്കാരാണോ ഇവർ? ആ മോശക്കാരാണ് ഇപ്പോൾ ചാനലുകളിൽ വന്ന് ഇപ്പോൾ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ അത് കേട്ട ഭാവം നടിച്ചില്ല. അതുമായി ബന്ധപ്പെട്ട് സ്ത്രീവിരുദ്ധമായ അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായ സംസ്കാരശൂന്യമായ വിഷയങ്ങളെക്കുറിച്ച്, നിയമവിരുദ്ധമായ വിഷയങ്ങളെക്കുറിച്ച് അവർ പ്രതികരിച്ചില്ല. അതിനു പകരം ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന മുടന്തൻ ന്യായം ഉന്നയിച്ചുകൊണ്ട് സ്വന്തം തെറ്റുകളെ, സ്വന്തം പാർട്ടിയുടെ തെറ്റുകളെ മറച്ചു വെക്കാനാണ് അവിടെ നേരത്തെ വിൻസെന്റിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്ന ഷാനിമോൾ ഉസ്മാൻ വരെ തയ്യാറാവുന്നത് എന്നതിൽ നിന്നുകൂടി ഇവരുടെ കോൺഗ്രസിന്റെ കാപട്യമാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഇതിൽ വലിയ ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇവരെന്താണ്, ഇവരെത്തരക്കാരാണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഓരോ ദിവസവും ഇങ്ങനെ പൂർണ്ണ തോതിൽ നഗ്നതയോടെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ജോസ് തെറ്റയിൽ വിഷയത്തിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്തി അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പൊതുപ്രവർത്തകന്റെ മാനമാണ് അവിടെ. പൊതുപ്രവർത്തകൻ ആ നിലയ്ക്ക് നിന്നു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനപ്പുറത്ത് അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ, ആ ഗൂഢാലോചന മറ്റ് എന്ത് രാഷ്ട്രീയ വിഷയം ഒളിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? ജോസ് തെറ്റയിൽ വിഷയം നടക്കുമ്പോൾ വേറെ പല കാര്യങ്ങളും വാർത്തയിൽ നിന്ന് മാറാനുള്ള നീക്കമുണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും കൃത്യമായി ഓർമ്മയുള്ള കാര്യമാണ്. ശ്രീ പി. മനോജ്, നോക്കൂ, ആ നിലയിൽ ഒരു വിഷയം വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള, കൂടുതൽ വിഷ്വൽ ഇമ്പാക്റ്റ് ഉള്ള മറ്റൊന്ന് കിട്ടണം എന്ന് ഒരിടത്തിരുന്ന് കാര്യങ്ങൾ ആലോചിക്കുക, എന്നിട്ട് അത് ഇന്നയാൾക്കെതിരെ പ്രയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ആ നിലയിലൊരു അന്വേഷണം ഈ ഗവൺമെൻറ്റിന് തന്നെ നടത്താൻ കഴിയുന്നതല്ലേ ഉള്ളൂ. ഇത് ജോസ് തെറ്റയിലോ അല്ലെങ്കിൽ PC ജോർജോ എന്നുള്ളതല്ല, ഒരു പൊതുപ്രവർത്തകനെതിരെ, ഒരു മനുഷ്യനെതിരെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കപ്പെടുകയും അതിനകത്ത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരികയും ചെയ്യേണ്ടത് അനിവാര്യമല്ല. തൻ്റെ ഡയറി നോക്കിയാൽ ഡേറ്റ് ഞാൻ പറഞ്ഞുതരാമെന്ന് PC ജോർജ് അല്പം മുമ്പ് പറഞ്ഞു. 2 കാര്യങ്ങളാണ് PC ജോർജ് പറഞ്ഞത്. ഞാൻ ചീഫ് വിപ്പായിരിക്കുമ്പോൾ 2ാമത്തെ സെഷൻ നിയമസഭ നടക്കുന്ന ഘട്ടത്തിൽ എന്ന്. അതായത് ഗവൺമെൻറ് മാറി, പുതിയ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വന്നു, പുതിയ ഗവൺമെൻറ് വന്നു, ഒരു അസംബ്ലി സെഷൻ കഴിഞ്ഞു, 2ാമത്തെ അസംബ്ലി സെഷൻ ആകുമ്പോഴേക്കാണ് ഈ തീരുമാനം. ഡയറി നോക്കിയാൽ PC ജോർജിനെ തീയതി കണ്ടുപിടിക്കാൻ കഴിയും. പേരുകൾ ഓർമ്മയുണ്ട്, പക്ഷേ PC ജോർജ് ഇപ്പോൾ പറയുന്നില്ല, ആത്മകഥ എഴുതുമ്പോൾ പറയാമെന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമായ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ഒരു MLA എന്നുള്ള നിലയിൽ PC ജോർജിന് ഉണ്ടാകണം. PC ജോർജ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ TV-യിലൂടെ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് സിയോ മോട്ടോ LDF ഗവൺമെൻറ്റിന് കേസെടുക്കാൻ പറ്റുമോ എന്നത് സാങ്കേതികമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ പരാതിക്കാരുണ്ട്. പരാതി നൽകുന്നത് ശ്രീ ജോസ് തെറ്റയിൽ. അദ്ദേഹമാണ് അപമാനിതനായത്, അദ്ദേഹമാണ് ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ടത്. അദ്ദേഹം പരാതി ഉന്നയിക്കുകയാണെങ്കിൽ തീർച്ചയായും നിയമത്തിന് മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ വന്നേ മതിയാവും. അതോടൊപ്പം തന്നെ ഇവിടെ നികേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ, പൂർണ്ണമായും ചൂണ്ടിക്കാണിച്ചില്ലെങ്കിലും ഏതാണ്ട് സൂചന നൽകിയതുപോലെ, ഇതിൽ അധികാര ദുർവിനിയോഗത്തിൻ്റെ വിഷയമുണ്ട്. ഒരു ഗവൺമെൻറ് ചീഫ് വിപ്പ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് റാങ്കുള്ള ഒരാളാണ്. ക്യാബിനറ്റ് റാങ്കുള്ള ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കവെയാണ് ശ്രീ PC ജോർജ് ഇതിൻ്റെ ഇടനിലക്കാരനായി നിന്ന് എന്തായാലും നേരെ കച്ചവടം നടത്തിയിട്ടോ ലാഭത്തിൻ്റെ വിഹിതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പലിശ വിഹിതമോ അല്ലല്ലോ. ഇത് അധാർമികമായ രീതിയിൽ പണം വാങ്ങി, അതായത് കണക്കിൽപ്പെടാത്ത പണം വാങ്ങി ഒരാളിൽ നിന്ന് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് തീർച്ചയായും അത് കുറ്റകൃത്യമാണ്. അതിൽ അധികാര ദുർവിനിയോഗത്തിൻ്റെ വശങ്ങളുമുണ്ട്. അത് ചെയ്തത്, പണം കൊടുത്തത് 2 കോൺഗ്രസ് നേതാക്കളാണെന്ന് അദ്ദേഹം പറയുന്നു. ആ 2 കോൺഗ്രസ് നേതാക്കൾ അവരാരായാലും അവർ നിയമത്തിൻ്റെ മുന്നിൽ കുറ്റവാളികളാണ്. അവരെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. സാധാരണ നിലയിൽ ഇത് കേസായി വന്നാൽ അല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം ഉയർന്നു വന്നാൽ സ്വാഭാവികമായും PC ജോർജിൽ നിന്ന് മൊഴിയെടുക്കേണ്ടി വരും. PC ജോർജിൻ്റെ ഡയറി പരിശോധിക്കേണ്ടി വരും. ഏതാണ് ആ കോൺഗ്രസ് MLA-മാർ എന്ന കാര്യം പരിശോധിക്കേണ്ടി വരും. അതുപോലെ തന്നെ ആ ഘട്ടത്തിൽ ഈ സ്ത്രീയുടെ സ്വത്ത് ജപ്തിക്ക് വെച്ചിരുന്നോ എന്ന് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ ജപ്തിക്ക് വെച്ചിരുന്നെങ്കിൽ ആ തുക അടച്ച് അവർ അതിൽ നിന്ന് ഒഴിവായോ എന്ന് പരിശോധിക്കേണ്ടി വരും. ഒരു ഗൗരവമുള്ള കേസായി
കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് എല്ലാ കാര്യത്തിലും ഇടനിലക്കാരുണ്ടായിരുന്നു. ആ ഇടനിലക്കാരായിട്ട് നിന്നവർ MLA മാർ തന്നെയായിരുന്നു. അവർ കളങ്കിതരാണ്, അവർ മത്സരിക്കാൻ കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞത് നികേഷോ ഞാനോ PC ജോർജോ അല്ല, മറിച്ച് അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന ശ്രീ VM സുധീരൻ തന്നെയാണ്. അങ്ങനെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ ബെന്നി ബെഹനാനെ സ്ഥാനാർത്ഥിത്വം പോലും നൽകാതെ മാറ്റി നിർത്തേണ്ടി വന്നത്. ആ ബെന്നി ബെഹനാൻ്റെ പേര് ഇതിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. തമ്പാനൂർ രവിയുടെ പേര് ഇതിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. സരിതയുമായി ഇടയ്ക്കിടെ ടെലിഫോൺ സംഭാഷണം നടത്തിയത് തമ്പാനൂർ രവിയാണെന്നും പണമിടപാട് നടത്തിയത് ബെന്നി ബെഹനാനാണെന്നും ഉള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നടത്തുന്ന അധാർമിക പ്രവർത്തനങ്ങൾ, അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് നേതാക്കൾ, അതിന് കുടപിടിക്കുന്ന പരമോന്നത നേതൃത്വം, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം, ഇതൊക്കെ ജുഡീഷ്യൽ വെരിഫിക്കേഷന് വിധേയമാകാനുള്ള, അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ, നിയമത്തിന് മുന്നിൽ വിചാരണ ചെയ്യപ്പെടാനുള്ള ഒരു വാതിലാണ് PC ജോർജ് തുറന്നിട്ടുള്ളത്. തീർച്ചയായും സാങ്കേതികമായി അത് നിയമപരമായി എങ്ങനെ നേരിടാമെന്നത് തുടർന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഷിപ്പി മനോജ്, അങ്കമാലിയിലാണ് സംഭവം. ഈരാറ്റുപേട്ടയിലുള്ള PC ജോർജിനെയാണ് ഇവർ ഈ കാര്യങ്ങൾക്ക് സമീപിക്കുന്നത്. ഇവർ മാത്രമല്ല, സരിത എസ് നായരും സമാനമായ വിധത്തിൽ PC ജോർജിനെ എനിക്ക് വാഗ്ദാനം ചെയ്ത പണം നൽകിയില്ല എന്ന് പറഞ്ഞ് നിരവധി തവണ സമീപിച്ചിട്ടുണ്ട് എന്നും തന്നെ പർദ്ദ അണിഞ്ഞ് വന്ന് കണ്ടിട്ടുണ്ട് എന്നും, ആ സമയത്ത് സരിതയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്ന് സരിത പറയുന്നു. പർദ്ദ അണിഞ്ഞ് വന്ന് കാണാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ഇത്ര പണമാണ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്, പക്ഷേ ആ സമയമാകുമ്പോഴേക്കും വന്നിട്ടില്ല. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബെന്നി ആയാലും തമ്പാനൂർ രവി ആയാലും ആ സമയത്ത് ആരോപണ വിധേയമായിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ VM സുധീരനാണ് ഇവരെ ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് ഒരു വിഷയത്തിലേക്ക് ഒതുങ്ങേണ്ടതല്ല, ഒരു തെറ്റേൽ വിഷയത്തിൽ ഒതുങ്ങേണ്ടതല്ല. കേരളത്തിൽ സ്ത്രീകളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വലിയ സംഘം ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ് ഈ സംഭവങ്ങളിലൂടെ എല്ലാം തന്നെയും. ഒറ്റയാളെ അന്വേഷിച്ചാൽ മതി PC ജോർജിനെ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് സോളാർ വിഷയവും തെറ്റേൽ വിഷയവും ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെയും ഒരേപോലെ പുറത്തു വരാൻ ഇടയാക്കും. തീർച്ചയായും. അതായത് നെല്ലിയാമ്പതിയിൽ ഭൂമി കയ്യേറ്റം ഉണ്ടെങ്കിലും, ഹാരിസൺ എസ്റ്റേറ്റിൽ തൊഴിലാളികളുടെ പ്രശ്നം ഉണ്ടെങ്കിലും, മറ്റെവിടെ കാസർഗോഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും, പാലക്കാട് പ്രശ്നം ഉണ്ടെങ്കിലും, തിരുവനന്തപുരത്ത് പ്രശ്നം ഉണ്ടെങ്കിലും കടന്നു വരുന്ന ആൾ PC ജോർജാണ്. അങ്ങനെ PC ജോർജ് വേറെ ഏതെങ്കിലും വ്യക്തിപരമായ കപ്പാസിറ്റിയിലല്ല കഴിഞ്ഞ 5 കൊല്ലം ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്നത്. അദ്ദേഹം ഒരു ക്യാബിനറ്റ് പദവി കൊടുക്കാൻ അർഹനായ രാഷ്ട്രീയ നേതാവാണ്, MLA ആണ് എന്ന് പരിഗണിച്ചുകൊണ്ട് ചീഫ് വിപ്പ് പദവി നൽകി സർക്കാർ പദവിയും സർക്കാർ വാഹനവും സർക്കാർ സൗകര്യങ്ങളും സ്റ്റാഫും ബംഗ്ലാവും നൽകിയിട്ടാണ് PC ജോർജിനെ കേരളത്തിലെ ചീഫ് വിപ്പാക്കിയത്. അങ്ങനെ ചീഫ് വിപ്പായിട്ട് നിൽക്കുമ്പോഴാണ് ഇത്തരം കേസുകൾ, ഇത്തരം ഹീനമായ നെറികെട്ട കേസുകളിൽ PC ജോർജ് ഇടനിലക്കാരനായി നിൽക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഇപ്പോൾ PC ജോർജ് ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോളാർ കേസുമായി അദ്ദേഹം പറഞ്ഞ അനവധി വിഷയങ്ങൾ, അന്നത്തെ ധനമന്ത്രി KM മാണിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, ആരും മറന്നുപോയ കാര്യങ്ങളല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു PC ജോർജിന് ഇടപെടാൻ കഴിയുന്നു, ഇടനിലക്കാരനായി നിൽക്കാൻ കഴിയുന്നു. അദ്ദേഹം ആജ്ഞാപിക്കുമ്പോൾ 4 ഗഡുക്കളായി 31 ലക്ഷം രൂപ, 31 ലക്ഷം രൂപ എന്ന് പറയുന്നത് ചെറിയ പൈസയല്ല. ആ പൈസ കോൺഗ്രസിന് 2 നേതാക്കൾ എടുത്ത് ഒരു സ്ത്രീയുടെ അപ്പന് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഈ ഒറ്റപ്പെട്ട കേസായിട്ടല്ല ഇതിനെ കാണേണ്ടത്. കഴിഞ്ഞ 5 വർഷം UDF ഭരണത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായ മൂല്യച്യുതി, അപജയം, വൃത്തികേടുകൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, അധികാര ദുർവിനിയോഗം, ഇതൊക്കെ പുറത്തു വരുന്നതിൻ്റെ ഒരു വാതിലാണ് എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് തന്നെ PC ജോർജ് അദ്ദേഹം വാക്കിന് വിലയുള്ള ആളാണ്. ഞാൻ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും, ഞാൻ സത്യമേ പറയാറുള്ളൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സത്യസന്ധത, ആർജവം അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഈ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അദ്ദേഹം മുൻകൈയെടുക്കുക വേണ്ടത്. ഇപ്പം തെറ്റയിൽ പരാതി കൊടുക്കാൻ കാത്തു നിൽക്കുക അല്ല വേണ്ടത്. അതുമാത്രമല്ല, തെറ്റയിൽ ഞാനും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, അത് മാന്യന്മാർ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്, എനിക്കെതിരെ തെറ്റയിൽ പരാതി കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടുന്നതിന് പകരം തെറ്റയിലിനെതിരെ ഇത്രയും വലിയൊരു ക്രൈം നടന്നിട്ടുണ്ട്, ആ ക്രൈമിന് സാക്ഷി ഞാനാണ്, അതിൽ ഇടനില നിന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് നിയമത്തിന് മുന്നിൽ, പോലീസിന് മുന്നിൽ തൻ്റെ മൊഴി കൊടുക്കാനുള്ള ആർജവമാണ്, ഈ തൊഴിലാളികൾക്ക് നേരെ തോക്കെടുത്ത് വെടിവെക്കാനുള്ള ആർജവമല്ല PC ജോർജ് കാണിക്കേണ്ടത്. അതിനു പകരം ഇത്തരം അനീതികൾക്ക് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, ഇത്തരം മാഫിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനും അതിൽ കുറ്റവാളികളായ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുമുള്ള ആർജവം അത് PC ജോർജിനുണ്ടോ എന്നതാണ് ചോദ്യം. ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് മറ്റൊരു വശം കൂടിയില്ലേ CPM മനോജ്? രാഷ്ട്രീയത്തിൻ്റെ ഇടനാഴികളിൽ ഇങ്ങനെ പലതും നടക്കാറുണ്ട് എന്ന് ബോധ്യമുള്ള ആളുകൾ, അത് PC ജോർജ് ആയാലും മാധ്യമപ്രവർത്തകരായാലും തന്നെയും
പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം പി സി ജോർജിനെ വന്ന് കാണുന്നു. ഈ തരത്തിൽ 4 ഗഡുക്കളായി 20 ലക്ഷം, 4 ലക്ഷം, 6 ലക്ഷം, 1 ലക്ഷം എന്ന നിലയിൽ പണം നൽകാൻ പറയുന്നു. ഉടനെ അവർ പണം എടുത്തു കൊടുക്കുകയാണ്. കാരണം പി സി ജോർജാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട്. രണ്ടാമത്തത് എ കെ ശശീന്ദ്രൻ്റെ കാര്യത്തിൽ ഒരു മാധ്യമ സ്ഥാപനം അധാർമികമായ നിലയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ഇയാളെ പിടിച്ചാൽ ഒരു വാർത്ത കിട്ടും എന്ന് അറിയാവുന്ന ഒരു മാധ്യമ സംഘം, ആ സംഘം ഇയാളെ ഫോണിൽ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന അധാർമിക പ്രവർത്തനം, ഈ പറയുന്ന ട്രാപ്പിംഗ് അടക്കമുള്ള അധാർമിക പ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയക്കാരിലും അധാർമിക പ്രവർത്തനം നടത്തുന്നവരുണ്ട്. അവരെ പിടിച്ചാൽ വാർത്ത കിട്ടുമെന്നും അവരാണ് ഈ തരത്തിലുള്ള കൊള്ളരുതായ്മകൾ ചെയ്യുന്നതെന്ന് ഇതുപോലുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അവരുടെ പ്രവർത്തനവും നമ്മുടെ മുന്നിലുണ്ട്. അതിന് തർക്കമൊന്നുമില്ല. രാഷ്ട്രീയം പൂർണ്ണമായും സംശുദ്ധമാണ്. അവിടെയുള്ളവരെല്ലാം മഹാന്മാരാണ്. അവർ പച്ചവെള്ളം ചവച്ചേ കുടിക്കാറുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ പുഴുക്കുത്തുകളുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ മാന്യന്മാരായി നടിക്കുകയും എന്നാൽ ഈ വൃത്തികേടുകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്കൊക്കെ അറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇത് നനഞ്ഞിടത്തല്ലേ കുടിക്കാൻ കഴിയൂ, പദമുള്ളിടത്തല്ലേ പാതാളമാക്കാൻ കഴിയൂ. അങ്ങനെ പദമുള്ള ഇടം തേടി ഇത്തരക്കാർ പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചിലരൊക്കെ ട്രാപ്പിൽ വീഴുന്നുമുണ്ട്. ഇവിടെ വിഷയം അത്തരം ഘട്ടങ്ങളിലൊക്കെ ഓടിയെത്തുന്നു, അതിൽ ഇടനിലക്കാരനാകുന്നു എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു മടിയുമില്ലാതെ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുകയും സേഫായി എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുമ്പോൾ പുറത്തു വരേണ്ടതാണോ ഇത്തരം ക്രിമിനൽ വിഷയങ്ങൾ? അദ്ദേഹത്തിന് നിയമത്തിന് ജ്ഞാനമില്ലേ? അല്ലെങ്കിൽ നിയമം അറിയില്ല എന്നത് ഒരു വ്യക്തിക്ക് നിയമലംഘനം നടത്താനുള്ള അധികാരമാകുമോ? ഇല്ലല്ലോ. സ്വാഭാവികമായും അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നു. ആ കുറ്റകൃത്യം അദ്ദേഹം സ്വയമേവ നിയമത്തിന് മുന്നിൽ പറയാൻ സന്നദ്ധമാകുമോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. ഇതിപ്പോൾ ഇവിടെ ഞാൻ ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ഈ കുറ്റകൃത്യങ്ങളെ ഒക്കെ മൂടിവെക്കാൻ അദ്ദേഹം സന്നദ്ധമാവുകയും ചെയ്യുകയാണ്. അല്ലാതെ ഇതിനെതിരെ പോരാടി ഇത്തരം ആളുകളെ, ഇത്തരം ദുഷ്പ്രവണതകളെ, ഇത്തരം ദുഷിച്ച വാസനകളെ തകർക്കാനുള്ള പോരാട്ടമല്ല പി സി ജോർജ് നയിക്കുന്നത്. അതിനു പകരം ഓരോ ഇടത്തും പോയി ഇടപെട്ട് അവിടെ കിട്ടാവുന്ന സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിലാണ് അദ്ദേഹം പ്രാവീണ്യം കാണിക്കുന്നത്. ഇത്തരക്കാരാണ് ഇതുപോലെ ദുഷിച്ച പ്രവർത്തനം നടത്തുന്ന, അത് സ്ത്രീകളെ മോശമായി കാണുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി കരുതുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയക്കാരെക്കാൾ അപകടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവരുടെ ഈ ദുഷ്ചെയ്തികളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സംരക്ഷിക്കുകയാണ് പി സി ജോർജിനെ പോലുള്ളവർ ചെയ്യുന്നത്. ആ പി സി ജോർജിനുള്ള സംരക്ഷണവും ആ പി സി ജോർജ് നൽകുന്ന സംരക്ഷണത്തിൻ്റെ ആസ്വാദനവുമാണ് UDF നടത്തുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ജഡ്ജിമാരെ ആക്രമിക്കാനും കേസുകളിൽ പെടുമ്പോൾ കോടതിക്കെതിരെ ആക്രോശം നടത്താനും മുമ്പ് ഉമ്മൻചാണ്ടി പി സി ജോർജിനെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്തരക്കാരാണ് പുഴുക്കുത്തുകൾ. അവരെയാണ് നമ്മൾ തുറന്നു കാണിക്കേണ്ടത്. ഷിപ്പിയം മനോജ്, എം വിൻസെന്റിന്റെ കാര്യത്തിൽ തിരികെ എത്തിയാൽ 1100-ലധികം കോളുകളാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ കൂടുതലും ആ സ്ത്രീ അങ്ങോട്ടേക്ക് വിളിച്ച കോളുകളാണ്. ഇതിൽ വിൻസെന്റ് MLA വിളിച്ചത് 126. അത് 900-ന്റെ കണക്കിലാണ്. ഒരുപക്ഷെ കൂടുമായിരിക്കും, 200-ലധികം വരുമായിരിക്കും ശരാശരി നോക്കുകയാണ് എങ്കിൽ. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അത് എവിടെയോ വെച്ച് തകരുന്നു. ആ തകർച്ചയിൽ നിന്ന് ഒരു കാരണമുണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു ലൈംഗിക അതിക്രമമോ പീഡനമോ കടന്നുപിടിക്കലോ ഒക്കെ ആയി കാണുന്നത് എങ്ങനെയാണ്? അല്ല, ഈ ലൈംഗിക അതിക്രമമോ പീഡനമോ കടന്നു പിടിക്കലോ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. റിലേഷൻ ഉണ്ടായിരുന്നു എന്നത് വസ്തുത. അതിൻ്റെ ഭാഗമായിട്ടല്ലാതെ 1100 കോളൊന്നും രണ്ടുപേർ തമ്മിൽ വിളിക്കില്ല. അപ്പോൾ ആ സ്ത്രീ എപ്പോഴാണ് ഈ റിലേഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? അവർ ഫോൺ ബ്ലോക്ക് ചെയ്തു, വിൻസെൻറ്റിൻ്റെ ടെലിഫോൺ ബ്ലോക്ക് ചെയ്തു എന്നാണ് അവർ നൽകിയ മൊഴി. അങ്ങനെ ബ്ലോക്ക് ചെയ്താലെങ്കിലും ഒന്ന് ഒഴിവായി പോകണ്ടേ? അതിനു പകരം പിന്നാലെ കൂടി മറ്റ് ഫോണുകളിൽ നിന്ന് വിളിച്ച് അവരെ ഇതാണ് എൻ്റെ കരുത്ത് എന്നൊക്കെ പറഞ്ഞ് അവരെ പീഡിപ്പിച്ചു എന്നതാണല്ലോ പരാതി. അപ്പോൾ ആ ബന്ധമൊന്നും അവർ നിഷേധിക്കുന്നില്ലല്ലോ. ആ ബന്ധം നിലനിൽക്കെ തന്നെ അവർ ആഗ്രഹിച്ച രീതിയിൽ അത് അവസാനിപ്പിക്കാതെ പിന്നീട് പിന്തുടർന്ന് വേട്ടയാടിയത് കൊണ്ടാണല്ലോ അവർ ആത്മഹത്യ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ ആത്മഹത്യാ ശ്രമം അവർ നടത്തിയത്. ആ ആത്മഹത്യാ ശ്രമം നടത്തി ഗുരുതരാവസ്ഥയിൽ നിൽക്കുമ്പോൾ നൽകിയ മൊഴി, ആ മൊഴിയിലാണ് വിൻസെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുള്ളത്. ആ ആരോപണം എങ്ങനെ വിശ്വസിക്കാതിരിക്കും?
കാരണം ഇപ്പോൾ ഇവർ പറയുന്നത് അവർക്ക് മാനസികമായ അസ്വാസ്ഥ്യമുണ്ട്, 10 കൊല്ലമായി ചികിത്സയിലാണ് എന്ന്. അതിന് ഉപോത്ബലകമായി അവരുടെ ബന്ധുക്കളെ രംഗത്തിറക്കിയിരിക്കുന്നു, അതുപോലെ പ്രീസ്റ്റ്മാരെ രംഗത്തിറക്കിയിരിക്കുന്നു. ഇങ്ങനെ ഒരു എക്സസൈസ് ഇപ്പം 31 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനത്തെ എക്സസൈസ് വേറെ ഒരുപാട് നടക്കുന്നുണ്ട്. അത് ഒരു ഭാഗത്ത് നടക്കട്ടെ. പക്ഷേ ഇവിടെ നിയമത്തിന് മുന്നിലുള്ള പ്രശ്നം, കോടതിക്കും പോലീസിനും മുന്നിലുള്ള പ്രശ്നം, സ്ത്രീ മൊഴി നൽകിയിരിക്കുന്നു. അവർ മരണത്തിൻ്റെ ആസന്ന മരണയായി കിടക്കുന്ന അവസ്ഥയിൽ നൽകിയ മൊഴിയാണ്. ആ മൊഴിയിലാണ് ഈ കുറ്റവാളി അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചിരിക്കുന്നു, അവരെ ബലാത്കാരം, അവരുടെ സമ്മതമില്ലാതെ അവരെ പീഡിപ്പിച്ചിരിക്കുന്നു. അതുപോലെ 14 സെക്കൻഡ് തുടർച്ചയായിട്ട് ഒരു സ്ത്രീയെ നോക്കിയാൽ പോലും കുറ്റമാകുന്ന രാജ്യമാണിത്. അതിനുള്ള നിയമമുള്ള രാജ്യമാണിത്. അത്തരമൊരു നിയമമുള്ള രാജ്യത്ത് ഒരു സ്ത്രീയെ പിന്തുടർന്ന് പീഡിപ്പിച്ചു എന്നാണ് സാധാരണ മനുഷ്യനല്ല, അദ്ദേഹം നിയമപരമായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമപരമായ അധികാരങ്ങളും പദവിയുമൊക്കെയുള്ള ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ നിയമത്തിന് മുന്നിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്പീക്കറുടെ അനുവാദം വേണമെന്നല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ എക്സംഷൻ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പൊതുജനങ്ങളോട്, തന്നെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് കാണിക്കാനുള്ള മര്യാദയെങ്കിലും അദ്ദേഹം കാണിക്കേണ്ടിയിരുന്നു. അത് അദ്ദേഹം കാണിച്ചില്ല എന്നത് ഒരു വശത്ത്, അത് രാഷ്ട്രീയമാണ്. അതാണ് നിയമവശമായി ഇപ്പോൾ ഉയർത്തിക്കാണിക്കുന്നത്. എം വിൻസെന്റ് MLA പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ നന്ദി PM മനോജ്, PT തോമസ്, ഷാനിമോൾ ഉസ്മാൻ, ജേക്കബ് ജോർജ്, PC ജോർജ് ഈ ന്യൂസ് നൈറ്റ് പരിപാടിയിൽ പങ്കെടുത്തതിന്. ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.